ബഹുമാനപ്പെട്ട ലയൺ നേതാക്കളെ, കുടുംബാംഗങ്ങളെ, യോദ്ധാക്കളെ, നിങ്ങൾക്കെല്ലാം എൻ്റെ മധ്യാഹ്ന നമസ്കാരം. പ്രസംഗം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരുതരം അലർജിയാണെന്ന് എനിക്കറിയാം. അത് നട്ടുച്ചയ്ക്ക് കൂടി ആക്കിയാൽ എങ്ങനെയാണെന്ന് പറയേണ്ടത്. പിന്നെ പ്രസംഗത്തെ കുറിച്ചുള്ള പ്രസംഗം എന്ന് പറയുമ്പോൾ സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതേതായാലും ആ റിസ്ക് ഞാൻ എടുക്കണം എന്നല്ലോ. പ്രഭാഷണം പൊതുവെ ആളുകൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്നുള്ളതാണ് സത്യം. അത് നട്ടുച്ചയ്ക്കുമാണ്. അപ്പോൾ 1 മണി വരെ മറ്റുമാണ് സമയം. ഇപ്പം തന്നെ 12:40 അതെനിക്ക് സൗകര്യമായി. ആ പേരിൽ ഉപായത്തിൽ രക്ഷപ്പെടുകയും ചെയ്യും. എന്തായാലും പറഞ്ഞല്ലോ, പ്രസംഗം അത്ര രസമുള്ള കാര്യമല്ല. കാരണം എല്ലാവരും പ്രഭാഷകന്മാരുമാണ്. പണ്ടൊരു പ്രഭാഷകൻ ഇങ്ങനെ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകെ ഇരുന്ന ഒരാൾ, ഏറ്റവും ബാക്കി ഇരുന്ന ഒരാൾ പെട്ടെന്ന് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് കേട്ടുകൂടാ. അതിന് ഇദ്ദേഹമല്ല മറുപടി പറഞ്ഞു, ഫ്രണ്ട് ഇരുന്ന ആളാണ്. നിങ്ങൾ ഭാഗ്യവാനോ, നിങ്ങൾക്ക് കേട്ടിട്ടില്ല, എനിക്ക് കേൾക്കാം. വേറൊരു പ്രഭാഷകൻ ഇതിനിടയ്ക്ക് വാച്ച് നോക്കി, കുറെ നേരമായി സംസാരിക്കുന്നു. ഇടയ്ക്കൊന്ന് വാച്ച് നോക്കിയപ്പോൾ ഫ്രണ്ട് ഇരുന്ന ഒരാൾ എഴുതിയിട്ട് പറഞ്ഞു, കറക്റ്റാണ് നോക്കുക, ദിവസം പറഞ്ഞിരിക്കുന്നു, വാച്ച് നോക്കുക. എന്താണ് പ്രഭാഷണം? എന്താണ് പബ്ലിക് സ്പീക്കിംഗ്? പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് ഒരുപാട് നിർവചനങ്ങളുണ്ട്. സായിപ്പന്മാരുടെ നിർവചനം ഒരുപാടുണ്ട്. അതിലൊരുപാട് വൈറലായ നിർവചനമുണ്ട്. അതേതാണ്ട് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ലൈക്ക് എ ഗേൾസ് ഫ്രോക്ക്. ഒരു പെൺകുട്ടിയുടെ ഫ്രോക്ക് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ആസ് ഷോർട്ട്, ചെറുതായിരിക്കണം പ്രഭാഷണം. എങ്ങനെ ഷോർട്ട്? ആസ് ഷോർട്ട് എനഫ് ടു റൈസ് ദ ക്യൂരിയോസിറ്റി ആൻഡ് ലോങ്, നീളമുള്ളതായിരിക്കണം. എങ്ങനെ നീളമുള്ളതായിരിക്കണം? ടു കവർ ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്. അപ്പോൾ വാഗ്മിയെ കുറിച്ച് പറയുന്നത്, സംസ്കൃതത്തിൽ പറയുന്നത് മിതഞ്ച സാരഞ്ച വചോഹി വഗ്മിത. മിതമായും സാരവത്തായും സംസാരിക്കുന്നവനാണ്, മിതമായും സാരവത്തായും സംസാരിക്കുന്നവനാണ് വാഗ്മി. പക്ഷെ നമ്മൾ നിർത്താതെ സംസാരിക്കുന്ന, വാചാലമായി സംസാരിക്കുന്ന ആളിനെ അവതരിപ്പിക്കുന്നത് വാഗ്മിയാണ്. പക്ഷേ എനിക്ക് ചങ്ങമ്പുഴയുടെ ഒരു കവിതാശകലമാണ് എന്നെ ആകർഷിച്ചത്. അതേ കവിതയെക്കുറിച്ച് പറയുന്നു. ചങ്ങമ്പുഴ പലതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, രമണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം കവിതയെ കുറിച്ച് പറഞ്ഞത് ഭാഷ പൂത്തും വികാരം തളർത്തും ഭാവനയ്ക്ക് പുളകം കിളർത്തും ചോരയിൽ ചേർന്ന് അലിഞ്ഞു പോകും ഗാനധാരകൾ. ഈ കവിതയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ് പ്രശ്നം. ഒരർത്ഥത്തിൽ കവിതയേക്കാൾ റിസ്ക്കാണ് പ്രശ്നം. കാരണം കവിത എന്ന് പറയുന്നത് നമുക്ക് കവിക്ക് ആലോചിച്ചെഴുതാം. ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ് കവിത. കൂടുതലും മസ്തിഷ്കത്തിൽ നിന്നാണ് വരുന്നത്. ഒരുപാട് എക്സർസൈസ് ചെയ്താണ് കവിത റെഡിയാക്കുന്നത്. കവിത തിരുത്താം, പലവട്ടം തിരുത്താം, വേറെ ആരും അറിയുന്നില്ലല്ലോ. അവസാനത്തെ പതിപ്പാണ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ ഒരു വികാര തള്ളിച്ചയിൽ വൈകാരികമായ നിമിഷങ്ങളുടെ വേലിയേറ്റത്തിൽ പെട്ടെന്ന് സൃഷ്ടിക്കപ്പെടുന്ന കവിതകളുമുണ്ട്. സുഗതകുമാരി ടീച്ചറുടെ രാത്രിമഴ അപ്രകാരത്തിലൊരു കവിതയാണ് എന്ന് പലയിടത്തും പറഞ്ഞു കേട്ടു. രാത്രി പുറത്ത് മഴ പെയ്യും. രാത്രി പുറത്ത് മഴ പെയ്യുമ്പോൾ ടീച്ചറുടെ മനസ്സിലേക്ക് പല പല വൈകാരിക തരംഗമാലകളും കടന്നു പോയിട്ട് അവരെങ്ങനെ വേലിയെടുത്ത് എഴുതുകയാണ്. രാത്രി മഴ നിർത്താതെ കേണും ചിരിച്ചും പരിഭവിച്ചും വെറുതെത്തും രാത്രി മഴ പുറത്ത് പെയ്തുകൊണ്ടേയിരിക്കും. രാത്രി മഴ മന്ദമീ ആശുപത്രിക്കുള്ളിൽ ഒരു നീണ്ട തെങ്ങലായി ഒഴുകി വന്നെത്തി ഈ അഴിവാതി വിടവിലൂടെ
രാത്രി മഴ, നോവിൻ ഞരക്കങ്ങൾ, ഞെട്ടലുകൾ, ദീർഘസ്വരങ്ങൾ, കൊടുന്നലയിൽ അമ്മതൻ നാദനാദം ഞാൻ നടുങ്ങിയ ചെവിപത്തി ഈ രോഗശൈലിയിൽ ഉരുണ്ടു തേങ്ങും മൊഴി അന്ധകാരത്തിലൂടെ ആശ്വാസവാക്കുമായി എത്തുന്ന പ്രിയജനം പോലെ. അങ്ങനെ പോകുന്നതാണ് രാത്രിമഴയുടെ അവർ പറയുന്നു. അല്ലയോ രാത്രിമഴ, നിന്നെ ഞാൻ അറിയും. നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്ത് വരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിൻ ചിരിയും തിടുക്കവും നാട്യവും ഞാൻ അറിയും. അറിയുന്നത് എന്തുകൊണ്ടെന്നോ സഖി, ഞാനും ഇതുപോലെ രാത്രിമഴ പോലെ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള അപൂർവം കവിതകൾ വളരെ വൈകാരിക പ്രവാഹത്തിൽ എഴുതി പോകുന്നതാണെങ്കിലും കവിതയ്ക്ക് കുറച്ചുകൂടെ സമയമെടുക്കാം. പക്ഷെ പ്രസംഗം അങ്ങനെയല്ല. പ്രസംഗം നമ്മൾ വന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. സത്യത്തിൽ ഞാനിവിടെ വരുമ്പോൾ രാത്രിമഴ ചൊല്ലണം എന്ന് വിചാരിച്ചതല്ല. അപ്പോൾ അതിങ്ങനെ അതിർകളമായി അനുസ്യൂതമായി തപ്പും മുടിയും ഇല്ലാതെ പറഞ്ഞു പോകണം. പണ്ട് ഒരു വിദേശ കോൺഫറൻസിൽ ഒരു ലേഡി സംസാരിച്ചുകൊണ്ടിരിക്കെ പറഞ്ഞു, ഐ കൺസീവ്. കിട്ടിയില്ല, ഐ കൺസീവ്. അപ്പൊ ഒരാൾ എഴുന്നേറ്റു, മാഡം യു കൺസീവ് ട്വൈസ് ബട്ട് ഡെലിവർ നൗ. കൺസീവിന് രണ്ടർത്ഥമുണ്ട്, ഡെലിവറിക്കും രണ്ടർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ വാക്കുകൾക്ക് വേണ്ടി പറഞ്ഞു നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രഭാഷണത്തെ കുറിച്ചുള്ള ഏറ്റവും നല്ല നിർവചനം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ചങ്ങമ്പുഴ കവിതയെ കുറിച്ച് പറഞ്ഞ നിർവചനം ആവർത്തിക്കുന്നത് ചെറിയ മാറ്റത്തോടെ. ഭാഷ പൂർത്തും വികാരം തളർത്തും ഭാവനയ്ക്ക് പുളകം കിളർത്തും ചൊരയിൽ ചേർന്നലിഞ്ഞു പോവും വചനധാരകൾ എന്ന് പറയുമ്പോൾ അതിങ്ങനെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉത്തേജിപ്പിച്ചുകൊണ്ടും നമ്മുടെ മനസ്സിനെ വല്ലാതെ ഊർജ്ജസ്വലമാക്കിക്കൊണ്ടും നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് നയിച്ചുകൊണ്ടും ഭാഷയുടെ, വികാരത്തിന്റെ, ഭാവങ്ങളുടെ, ഭാവനയുടെ ഒരു വൈദ്യുത തരംഗ ലീലകൾ സൃഷ്ടിക്കുമ്പോഴാണ് നല്ല പ്രസംഗം. അല്ലാതെ സംസാരിക്കും. അഭിസംബോധന തന്നെ ഒരു 15 മിനിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രസിഡന്റ്, എൻ്റെ ജ്യേഷ്ഠനും കൂടിയായ വാസുദേവൻ ചേട്ടനും, വൈസ് പ്രസിഡന്റ് അതൊരു ചേട്ടനാണ്, കുര്യാക്കോസ് ചേട്ടനും, പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഊർജ്ജസ്വലനായ വാർഡ് മെമ്പർ മധുസൂദനും, ഇതെല്ലാം അറിയാവുന്ന ആളാണ്, പക്ഷെ മധുസൂദനും ഇങ്ങനെ പറഞ്ഞ് 15 മിനിറ്റ് അഭിസംബോധന കൊണ്ടുപോകുന്നുണ്ട്. അഭിസംബോധനയൊക്കെ വളരെ ചെറുതായിരിക്കും. ഞാൻ സാധാരണ അഭ്യന്തരായ അധ്യക്ഷൻ, ആദരണീയനായ ഉദ്ഘാടകൻ, എല്ലാ പേര് പറയാം. പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളുടെ പേര് പറഞ്ഞിട്ട് 12 പേരുടെ പേര് പറഞ്ഞിട്ട് അതിനകത്ത് ഇരിക്കുന്ന ആളുകൾ അപ്പുറത്ത് കുറവാണ്, കൂടുതലാണ്. മറ്റു വിശിഷ്ട വ്യക്തികളെ എന്ന് പറയുന്നതായിരിക്കും ശരി. ആളൊക്കെ മാറും. കാരണം എല്ലാവരും പറയുകയാണ്, ഓരോരുത്തരും പ്രസംഗം വരുമ്പോൾ ഇവരെല്ലാം പറയുകയാണ്, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഒരിടത്തൊരു അബദ്ധം പറ്റി. ഇപ്പോഴൊന്നുമില്ല, വളരെ മുമ്പ് ഞാനിങ്ങനെ പ്രസംഗമൊക്കെ കഴിഞ്ഞു, കൊല്ലം വന്ന് കൈ നിന്ന് കൊള്ളാം, ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ പ്രതീക്ഷിക്കാത്ത നമ്മുടെ വിട്ടു. ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷേ പ്രതീക്ഷിച്ചതിനൊക്കെ നന്നായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കാലം പിടിച്ച് നിൽക്കുമ്പോൾ തുടക്കകാലത്ത് ഒരു അമ്മാവൻ എൻ്റെ അടുത്തോട്ട് വന്നു. വേഷ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മളാരും ഇട്ട് കൊടുത്തല്ല, അദ്ദേഹം തന്നെ ഇട്ടുകൊണ്ട് പറഞ്ഞു, അനിയ ഫ്രീ ആയോ? അനിയം കാണിച്ചത് ഒട്ടും ശരിയായില്ല. നീ പ്രസംഗമൊക്കെ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ പറയുന്നത് നല്ലതാണെന്ന് ഒരിക്കലും പറയില്ല. എങ്ങനെയുണ്ടല്ലോ, സദ്യ എങ്ങനെയുണ്ടാകും, കുഴപ്പമില്ല. പെണ്ണാണാൻ പോയതിൻ്റെ അടുത്ത് ചോദിക്കാം, പെൺകുട്ടി എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. ഈ നമ്മുടെ നാട്ടിലെ മലയാള ഭാഷയിലെ ഏറ്റവും കുഴപ്പം പിടിച്ച വാക്കാണ് കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഒരു പിടിയും കിട്ടില്ല, നോട്ട് അപ് ടു ദ മാർക്ക് എന്നാണ്. അപ്പൊ അതേ പറഞ്ഞു, പ്രസംഗമൊക്കെ കുഴപ്പമില്ല, പക്ഷെ അതിന് കുറെ കൂടെ പക്വ മതിയാവും. എന്ത് പറ്റി? വേറൊന്നുമല്ല, ഞാൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. കണ്ടാൽ തന്നെ ആൾക്കാർ മനസ്സിലാവുന്ന ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഞാൻ അവിടെ ഇരിക്കുമ്പോൾ.
എന്റെ ഇപ്പുറത്ത് ഞാൻ പഠിപ്പിച്ച മേത്തിരി ലളിത സംഗീതമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അവന്റെ പേര് വരെ പറഞ്ഞിട്ട് എന്റെ പേര് പറഞ്ഞില്ല. ശരിയായി. അതൊരു നല്ല പ്രഭാഷകന്റെ ലക്ഷണമല്ല. പുള്ളി അങ്ങ് കത്തി കയറുകയാണ്. ഞാൻ പെട്ടെന്ന് വല്ലാതായിട്ട് ആലോചിച്ചപ്പോ മറ്റു വിശിഷ്ട വ്യക്തികളിൽ ഇദ്ദേഹത്തെ തൊട്ടാണ് ഞാൻ പറഞ്ഞത്. പുള്ളിയുടെ വേഷ്ടിയൊക്കെ കണ്ടപ്പോൾ വിശിഷ്ട വ്യക്തിയാണെന്ന് തോന്നി. ഞാൻ പറഞ്ഞു, മറ്റു വിശിഷ്ട വ്യക്തികളെ ഞാൻ പറഞ്ഞില്ലേ? അതിന് മറുപടി പറഞ്ഞത് പുള്ളിയുടെ കൂടെ നിന്നാണ് ചെറുപ്പക്കാരൻ. അതിൽ മാമ വരില്ല. മാമന്റെ പേര് എടുത്ത് പറയണം. മാമ ഹെഡ് മാസ്റ്റർ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഈ ഒറ്റ നിർവചനം പറയുമ്പോൾ തന്നെ 2.5 മണിക്കൂർ ആവുന്നു. അത്ര പറയാൻ ഉദ്ദേശിക്കുന്നു. ഭാഷ പൂക്കൾ പറഞ്ഞല്ലോ. ഞാൻ സ്വീകരിച്ചിരിക്കുന്ന നിർവചനം ഭാഷ പൂത്തും വികാരം തടുത്തും ഭാവനയ്ക്ക് പുളകൻ വിളർത്തും ചോരയിൽ ചേർന്നെറിഞ്ഞു പോകുന്ന ജനധാരകൾ എന്നുള്ളതാണ് ഭാഷ പൂക്കൾ. പ്രഭാഷകന്റെ ആകെയുള്ള കരുത്ത് എന്ന് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത് അയാളുടെ ഭാഷയാണ്. അയാളുടെ ഭാഷ എല്ലാവരുടെയും ഭാഷയാകും. ആ ഭാഷയിൽ വൈഡൂര്യങ്ങളും മരതകങ്ങളും രത്നമണികളും ഉണ്ടാകും. എല്ലാവരും പറയുന്ന ഭാഷകൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഭാഷ പുഷ്പിക്കണം. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാഷകൻ ഡോക്ടർ സുകുമാർ അഴീക്കോട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തുടങ്ങിയ സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷന് ആദ്യത്തെ പ്രസിഡന്റായി, ചെയർമാനായി അദ്ദേഹം തന്നെ എന്നെ നിർദ്ദേശിച്ചതും ആത്മകഥയുടെ അവസാനം എഴുതി. എങ്കിലും അദ്ദേഹത്തെക്കാൾ എനിക്കിഷ്ടമുള്ള ഒരു രാഷ്ട്രീയ പ്രഭാഷകനായി. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ ഈവനിംഗ് കോളേജ് യുഡിയിൽ ഉദ്ഘാടനത്തിന് വന്നിട്ട് നിബിഡമായ സദസ്, എനിക്ക് തോന്നുന്നു അടിയന്തരാവസ്ഥ കാലമാണ്. 1900 ആ കാലമാണ്. ആ കാലത്തെ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അവിടെ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നു. ഈവനിംഗ് കോളേജ്. അദ്ദേഹം ആദ്യത്തെ വാചകം അഭിസംബോധന. അഭിവന്ദ്യനായ അധ്യാപക സുഹൃത്തുക്കളെ, 4 മണി പൂക്കളെ പോലെ വിരിയുന്ന സായന്തന നിശാശലഭങ്ങളെ. ഈവനിംഗ് കോളേജ്. 4 മണി പൂക്കളെ പോലെ വിരിയുന്ന സായന്തന നിശാശലഭങ്ങളെ. അപ്പോ ഈ അഭിസംബോധനയിൽ തന്നെ ആളുകൾ വീണിരിക്കും. അപ്പൊ നേരത്തെ ഒരു അഭിസംബോധനയിൽ ആളുകൾ മറിഞ്ഞു വീഴുകയായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ 16 പേരെ അഭിസംബോധന. ഇതല്ല. അപ്പൊ ഭാഷ പുഷ്പിക്കണം. ഡോക്ടർ സുകുമാർ അഴീക്കോട് അദ്ദേഹം 87-ലാണ് പോകുന്നു. ഞാൻ കൂടി ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു സംഘടനയിൽ പ്രഭാഷണത്തിന് വന്ന അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയും വിദ്യാഭ്യാസത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുക. ഇങ്ങനെ പറഞ്ഞു വിദ്യാഭ്യാസത്തിൽ എത്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ സുസ്ഥിതമായ ശൈലി പറഞ്ഞു, എന്താണ് വിദ്യാഭ്യാസം? വിദ്യ ഉപേക്ഷിച്ച് അഭ്യാസം മാത്രമായിരിക്കുന്നു വിദ്യാഭ്യാസം. വൈസ് ചാൻസലറെ സ്ഥാപിക്കലായിരിക്കുന്നു വിദ്യാഭ്യാസം. UGC വാങ്ങലായിരിക്കുന്നു. UGC ഒക്കെ വാങ്ങിച്ച് വിദ്വാനായിട്ട് മക്കളായി കിട്ടിയ എംബിആർ പറഞ്ഞു കൊടുത്ത് വിദ്വാനായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതല്ല. പുള്ളി അങ്ങനെ ഫോം ആവുകയും ഭാഷ വന്ന് അദ്ദേഹത്തെ പരിലാളനം ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ എവിടെ ജനിച്ചു അവിടേക്ക് നമ്മുടെ വേരുകൾ ഇറക്കുകയും ആലോചിച്ച് പറയുക. അപ്പോൾ വരുന്ന വാക്കുകൾ, അപ്പോൾ വരുന്ന ആശയങ്ങളാണ്. അല്ലാതെ അദ്ദേഹം പഠിച്ചു വന്നതുമല്ല, ഇതിനു മുമ്പ് പറഞ്ഞത് ഒന്നുമല്ല. നമ്മൾ എവിടെ ജനിച്ചുവോ അവിടേക്ക് നമ്മുടെ വേരുകൾ ഇറക്കുകയും ഏത് ആകാശത്തിലാണോ നമ്മുടെ ആത്മാവിന്റെ ചിന്തകൾ വികസിച്ചു നിൽക്കുന്നത് ആ ആകാശത്തിന്റെ വിദൂര ചക്രവാള സീമകളിലേക്ക് പറന്നു പോകുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വിപരീത ക്രിയാ സംക്രമണമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തെ കുറിച്ച് എക്കാലത്തും വിരചിതമായ എല്ലാ നിർവചനങ്ങളെയും അതിലംഘിക്കുന്ന ഒരു നിർവചനം. അവിടെയാണ് ഭാഷ. ഞാനിപ്പോൾ ലയൺസ് ക്ലബിന്റെ ലീഡർഷിപ്പ് ക്യാമ്പിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ഇതുപോലെ സംസാരിക്കണമെന്നാണ് നല്ല പറയുന്നത്. ഇതൊക്കെ അതിന്റെ ഒരു ക്ലൈമാക്സ് രംഗം കാണിച്ചിരുന്നു. പക്ഷേ നമുക്കൊരു 5 വാക്ക് പുതുതായിട്ട് പഠിക്കുന്നതിനെന്താ?
നമുക്കൊരു 5 നല്ല പത്രത്തിൽ എത്രയോ നല്ല വാക്കുകളുണ്ട്. ആ വാക്കുകൾ വരുമ്പോൾ അത്തരം വാക്കുകളെ സ്വായത്തമാക്കുക. വിലോഭനീയമായ സംസ്കാരം നമ്മളിൽ നിന്ന് കവർന്നുകൊണ്ടാണ് ഇവിടെ വന്ന ഫ്രാൻസുകാരും മറ്റ് വിദേശികളും പോയത് എന്ന് ഞാൻ ഒരിടത്ത് അപ്പോൾ വന്ന് സംസാരിച്ചിട്ട് ഇറങ്ങിയപ്പോൾ 2 പേരെന്ന് പറഞ്ഞു, സാറിൻ്റെ നിന്നൊരു വാക്ക് കിട്ടി, വിലോഭനീയമായ. വിലോഭനീയമായ ഉണ്ട്, വിലോഭനീയമായ. അപ്പൊ അങ്ങനെ നല്ല വാക്കുകൾ, നല്ല നല്ല ഗ്ലാമറസ് ആയ വാക്കുകൾ കിട്ടിയാൽ അത് മനസ്സിൽ കരുതുക, അത് പഠിക്കുക. അങ്ങനെ വായനയിലൂടെ, ഈവൻ പത്രവായനയിലൂടെ പോലും നമുക്ക് അത്തരം വാക്കുകൾ കിട്ടും. അങ്ങനെ ദിവസവും 5 വാക്ക് വെച്ച് നമ്മുടെ അവധാനിയിലേക്ക് ഇട്ടുകൊടുത്താൽ നമ്മൾ പിന്നെ വന്ന് നിൽക്കുമ്പോൾ എത്ര സുന്ദരമായ മധുരധാരമായ വാക്കുകൾ കൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. അപ്പോൾ പ്രസംഗത്തിൽ ഭാഷ വേണം, പിന്നെയോ വികാരം വേണം. വികാരം എന്ന് പറയുന്നത് വൈകാരികമായി സ്വാധീനിക്കും. അവിടെ ഇരിക്കുന്ന ആളുകളെ വികാരപരമായി സ്വാധീനിക്കും. അവരുടെ മനസ്സിനെ കീഴടക്കും, അവരുടെ മസ്തിഷ്കത്തെയും മർമ്മരം നിർമ്മിക്കണം. അതാണ് വികാരം. ഞാൻ എപ്പോഴും വികാരത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ആവർത്തിക്കുന്നു. എനിക്ക് വികാരപരമായ പ്രസംഗത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തം എന്ന് തോന്നിയിട്ടുള്ളത് നെഹ്റുവിന്റെ പ്രസംഗം. നെഹ്റു കവിത പോലെ പ്രസംഗിക്കും, കവിത പോലെ എഴുതും. നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആവേശമാണ്. അദ്ദേഹത്തിന്റെ എഴുത്തിന് അങ്ങനെ ഒരു ശക്തിയില്ല. അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, നമ്മുടെ ഏറ്റവും വലിയ അദ്ദേഹം കടന്നുപോയ ദിവസം, മഹാത്മാഗാന്ധി കടന്നുപോയ ദിവസം, രാത്രി പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് നടത്തിയ പ്രഭാഷണം. The glory has departed. The sun that shone has gone. And you sure will hold on down. I regret as an Indian, because an Indian has raised his hands and is the greatest Indian of the age. I regret as a Hindu, because a Hindu had raised his hands and is the greatest Hindu of the age. നമുക്ക് കരയാൻ അവകാശമില്ല, നമുക്ക് തേങ്ങാൻ അവകാശമില്ല. ബിക്കോസ് ദ വേൾഡ് മോക്സ് ഫോർ ഹിം. ലോകം തേങ്ങുകയാണ് എന്ന് തുടങ്ങിയുള്ള പ്രശ്നം. അപ്പൊ അത് കേൾക്കുമ്പോൾ, ഇപ്പോൾ കേൾക്കുമ്പോഴും മഹാത്മാഗാന്ധി ഇപ്പോഴാണ് വെടിവെച്ചതെന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പോഴും നമ്മളത് വികാരം കൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ അതാണ് വൈകാരികമായി സ്വാധീനിക്കുന്നതിൻ്റെ ഒരു മനോഹരമായ ഉദാഹരണം. ഭാഷ പുറത്തും വികാരം തളർത്തും. കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. ഭാവനയ്ക്ക് പുളകം തീർത്തും. നമുക്കൊരു കാര്യം നേരെയും പറയാം, അല്ലാതെയും പറയാം. അല്ലാതെ പറയുമ്പോഴാണ്, അത് ചമത്കാരഭദ്രമായി പറയുമ്പോഴാണ്, ഭാവനാസമ്പന്നമായി പറയുമ്പോഴാണ് അത് ഏറ്റവും സുന്ദരമാണ്. അഴിക്കുള്ളിലേക്ക് തന്നെ വരാൻ അദ്ദേഹം ഹിമാലയത്തെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അത്യുത്തരസ്യാന്തിശ് ദേവതാത്മ. അങ്ങനെയാണ് കാളിദാസൻ പറയുന്നത്. അത്യുത്തരസ്യാന്തിശ് ദേവതാത്മ ഹിമാലയോ നാമനഗാധിരായ. അത് കുറിപ്പ് പറയുന്നുണ്ടല്ലോ. അപ്പോ പൊന്തിങ്ങൾക്കല കൊട്ടതൊട്ട ഹിമവംശങ്ങൾ. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഹിമാലയം ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ഹിമാലയം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഹിമാലയത്തെ കുറിച്ചുള്ള എൻ്റെ പ്രസംഗം കേട്ടിട്ട് രോമാഞ്ചം വന്നിട്ട് ആശുപത്രിയിലായവരുടെ വരുന്നതിന് ഹിമാലയം ഞാൻ കണ്ടിട്ടില്ല. ഹിമാലയം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോയാൽ പോലെ. അപ്പോ വികാരം തളർത്തും, ഭാവനയ്ക്ക് പുളകം തീർത്തും, ഭാവനാസമ്പന്നമായി സംസാരിക്കുമ്പോഴാണ് ഒരു പ്രഭാഷണം ഏറ്റവും മനോഹരമാണ്. പലപ്പോഴും നമ്മൾ പ്രഭാഷണത്തെ കുറിച്ച് പറയുമ്പോഴല്ല ആവർത്തിക്കുന്ന തെറ്റുണ്ട്. അത് ഇന്നുകൂടെ ആരും ആവർത്തിച്ചു. അത് തെറ്റിതാണ്. പ്രാസംഗികൻ എന്ന വാക്കിന് പ്രസംഗിക്കുന്നതാണെന്ന് അർത്ഥമില്ല. പ്രാസംഗികൻ എന്നല്ലേ നമ്മൾ പറയാം. പ്രാസംഗികൻ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന ആളല്ല. പ്രാസംഗികന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാണ്? കൃഷ്ണനായർ സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. വാരകലം കൃഷ്ണനായർ സാർ, ഇങ്ങനെ ഒരു സാഹിത്യ ജ്യോതിഷിക്കുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രാസംഗികൻ എന്ന് പറഞ്ഞാൽ വഴിയെ പോയവരെന്നാണ്. പക്ഷെ പലപ്പോഴും അത് ശരിയാകാറുണ്ട്. വഴിയെ പോയോട്ടോ എന്ന് കയറിയവര് സാധാരണ ഇങ്ങോട്ടിരിക്കും, സാർ രണ്ടു വാക്ക് പറയണോ എന്നൊക്കെ പറയുമ്പോൾ പ്രാസംഗികൻ. പ്രഭാഷകൻ, പ്രസംഗകൻ എന്നേ പറയാറ്. പ്രഭാഷകൻ എനിക്ക് ഏതാണ്ട് 20 മിനിറ്റൊക്കെ കഴിഞ്ഞു. പ്രഭാഷകൻ ഇന്നത്തെ ആയതുകൊണ്ട് നിർത്താം, കാരണം സമയമില്ല. പ്രഭാഷകൻ ഒരു കാര്യം ചെയ്യും. മിനിമം
എല്ലാവരെയും കാണണം, എല്ലാവരെയും ശ്രദ്ധിക്കണം. എനിക്കിപ്പോൾ എല്ലാവരെയും കാണാം, ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന ആളിനെയും കാണാം, അദ്ദേഹത്തെയും കാണാം. അപ്പോൾ എല്ലാവരും നോക്കണം, എല്ലാവരുടെയും കണ്ണുകളിലേക്ക് നോക്കണം. പല പ്രഭാഷകന്മാരും, വലിയ ഉന്നതന്മാരായ പ്രഭാഷകന്മാരും വലിയ ഉന്നത വ്യക്തികളും ഒരു സൈഡിലോട്ട് നോക്കും. അതേത് സൈഡാന്ന് ഞാൻ പറയുന്നില്ല, ഒരു സൈഡിലോട്ടേ നോക്കും. അങ്ങനെ ഒരു ഉന്നതൻ കുറെ നേരം ഇങ്ങനെ ആ സൈഡിൽ നോക്കി സംസാരിച്ചിട്ട് എന്തിനും മുന്നോട്ട് തിരിഞ്ഞിട്ട് ഇവിടെ ആരെയും കാണാനില്ല. അവരെല്ലാം എഴുന്നേറ്റ് പോയി. ഇയാൾ അവർക്ക് വേണ്ടിയല്ലേ പറയുന്നു. അപ്പോ പ്രഭാഷകൻ ഇനി മുതലെങ്കിലും എല്ലാ കണ്ണുകളിലേക്കും നോക്കണം. ഓരോ ആളും തോന്നണം എന്നെയാണ് നോക്കുന്നത്, സാർ എന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ആർ എന്നെ പ്രത്യേകം എപ്പോഴും നോക്കി എന്നൊക്കെ പറയണം. പക്ഷേ ഒരു കണ്ണിൽ ഉടക്കി പോകരുത്, അവിടെ നിന്നുള്ളൂ. എല്ലാ കണ്ണുകളിലേക്കും പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഞാൻ ചുരുക്കട്ടെ, സമയം കുഴപ്പമില്ല. അപ്പോ പ്രഭാഷണം എന്ന് പറയുന്നത് ഒരു പെർഫോമിംഗ് ആർട്ടാണ്, ഒരു ആർട്ടാണ്. ചില എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറ് നല്ല പ്രസംഗമാണ്, പക്ഷെ കൂടെ കൂടെ ഇങ്ങനെ കൈ അതൊക്കെ എന്തിനാണ് അങ്ങനെ. സത്യത്തിൽ പ്രഭാഷണത്തിൽ കൈ പൊക്കി പോകും. അതെ, ഇൻവോൾവ് ചെയ്ത് പ്രസംഗിക്കും, അങ്ങനെയല്ല. ഞാനെന്തിനാ ഇപ്പൊ ഈ മൈക്ക് കൂടെ അടുപ്പിച്ചു? നമ്മൾ ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിൽ നമ്മൾ പറയുന്ന അനുസരിച്ച് അത് കാണിക്കാൻ പറ്റും. പണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട നടൻ, ഒരു നിത്യഹരിത നടൻ, ഓടും മേഘങ്ങളിൽ നിന്ന് താഴെ നോക്കി പറഞ്ഞു, എല്ലാം കൈകാണി മാറിപ്പോയി. ഓടും മേഘങ്ങളെ, ഒഴുകും ഓളങ്ങളെ എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോ നമ്മുടെ കൈ ഫ്രീ ആയിരിക്കണം. ഈ സാധനം ഉപയോഗിക്കും. ഞാൻ പലയിടത്തും അത് ചുമന്ന് മാറ്റാറുണ്ട്. ആരും ചുമക്കാറില്ല, ഞാൻ തന്നെ എടുത്ത് മാറ്റാറുണ്ട്. ഇപ്പോഴും അത് ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവരത് കറക്റ്റ് ചെയ്തു. ഈ മൈക്ക് അതിനകത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുക, മൈക്ക് മാത്രമായിട്ട് എടുക്കണം. ഞാനിപ്പോൾ പോയി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു സ്റ്റാൻഡിങ് മൈക്ക് വേണം. അപ്പോൾ ഉടനെ പറഞ്ഞു അദ്ദേഹം കൊണ്ട് എടുക്കാം, അതല്ല മൈക്ക് മാത്രമായിട്ട് വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിപ്പോൾ കൊണ്ടുവന്നത്. ഇത് ശരിക്കും ഇവിടെയുള്ള മറ്റ് എക്യുപ്മെന്റ്സുമായിട്ടൊന്നും ചേരുന്നില്ല. ഇത് രൂപലവൻ കണ്ടില്ല, എനിക്ക് വേണ്ടി 12 ഇവിടെ നിന്ന് എടുത്തോണ്ടിരിക്കും. അപ്പോ ഞാനിത് വേണമെന്ന് പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കണം. അതിന്റെ പേരെന്താ? ഓഡിയോ. അത് അതിന്റെ പേര് കൊള്ളാമെന്ന പേര്, ശുഭനാമെന്ന് പറയും. തുമ്മാരെ ശുഭനാമൊക്കെ നല്ല ഹിന്ദി ചൊല്ലി പഠിച്ചതൂടെ ശുഭനാം കേൾക്കെ. അപ്പൊ ചിലർ പറയും ഹിന്ദി ആദ്യമായിട്ട് മേരാ ശുഭനാം സുഭാഷ്, അവൻ പറയുമ്പോ ശുഭനാം എന്ന് പറയണ്ട, പേര് പറഞ്ഞാൽ ശുഭാണോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ അറിയാതെ. അതുപോലെ ഇവന്റെ ശുഭനാമമാണ് ഓഡിയോ, മീഡിയം നാമമാണ് മൈക്ക് സ്റ്റാൻഡ്. ഞാൻ കൊടുത്തിരിക്കുന്ന പേര് വെറുതാക്കി. കാരണം ആളുകൾ വന്ന് അതിന്റെ പുറത്തുകൂടെ കയ്യൊക്കെ എന്തെങ്കിലും കിടക്കുകയാണ്, അത്രയും ഭാഗം കാണാം. ഒക്കെ നിറമുള്ള ആളിന്റെ കാര്യം പറയുന്നുണ്ട്, അവർക്ക് പീഡനം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പലരും പുറത്തുനിന്ന് പീഡനത്തോടെ മൈക്കോടെ പോയിട്ടുണ്ട്. എൻ്റെ ഒരു പുരോഹിതൻ 3-4 പ്രാവശ്യമായിട്ട് പറയാം, ഞാൻ നിങ്ങളിലേക്ക് വരികയാണ്, നിന്നിലേക്ക് വരികയാണെന്ന് പറഞ്ഞിട്ട് മുമ്പേ വരുന്ന സൂസന്റെ പുറത്തോടെ അദ്ദേഹം ഒരുപാട് സോറി വളരെ സോറി. അപ്പൊ ഹൗസന്റെ പറഞ്ഞു, ഞാനല്ലോ പിതാവേ സോറി പറയേണ്ടത്, എന്നിലേക്ക് വരുന്നു ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞില്ല. അപ്പോ അതൊരു പെർഫോമിംഗ് ആർട്ടാണ്. ഇത് ഉപയോഗിക്കുന്നതിന് ഒരുപാട് ഉദ്ദേശമുണ്ട്. ഒന്നും ഇങ്ങോട്ടുള്ള നടപടികളൊന്നും അവിടെ അറിയില്ല. 2, പലരും മിക്കവാറും എല്ലാവരും തുണ്ടുമായിട്ടാണ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ. ഇതൊക്കെ ഇവിടെ എടുത്തിങ്ങനെ വയ്ക്കും, ഇതിങ്ങനെ ചരിച്ചു വെച്ചിരിക്കുന്ന അതുകൊണ്ടാണ് അവർക്ക് കണ്ടുകൂടാ. ഇപ്പൊ മിടുക്കന്മാരാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റാഗി പറഞ്ഞ് ഇതിൽ കൂടെയൊക്കെ പോകും, പിന്നെയും റാഗി പറഞ്ഞ് അടുത്ത പോയിട്ട് പിന്നെ ഇങ്ങനെ എടുത്ത് പിടിക്കുന്നവരുണ്ട്, സീനിയർ സിറ്റിസൺസ്. അതായാലും അതൊന്നും ഉപയോഗിക്കരുത്.
നമ്മൾ നേരെ നിന്ന് സംസാരിക്കുമ്പോൾ ഈ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന അനുസരിച്ച് പിന്നെ ഇങ്ങനെ ആക്കുന്ന ഞാൻ ഉദ്ദേശിച്ചാക്കിയതല്ല. ഈ കൈ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, പ്രഭാഷകൻ ആർട്ടിസ്റ്റാണ്, പെർഫോമിംഗ് ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് കൈ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് വലിയ പ്രശ്നമാണ്. ചില നാടകം നടത്താൻ പറഞ്ഞു ഭാഗീരഥി ഇന്നോടാണ് ഞാൻ പറയുന്നത്, അതേപോലെ എടുത്തുകൊണ്ടൊന്ന് പോക്കറ്റ് കയറ്റും. കാരണം അല്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ അവിടെ കിടന്ന് ഉറച്ചു. സുമാർ അഴിക്കോട് തന്നെ പറയും, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സർവ്വാംഗം പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന് കൂടെ ഇങ്ങനെ കാലം മാറ്റുന്നവർക്ക് ജയരാജവരൊക്കെ അതൊക്കെ അറിയാം. അപ്പോൾ നമ്മളെല്ലാം എല്ലാ അംഗങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സംസാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അർപ്പണ മനസ്സോടെ കേട്ടവരാണെങ്കിൽ പോഡിയം ഉപയോഗിക്കുന്നത്. പക്ഷെ പോഡിയമല്ലേ ഉള്ളൂ. പക്ഷെ ഈ ഒരു മൈക്കെടുത്ത് അത് പാട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ്. അതെടുത്ത് സംസാരിക്കുമ്പോൾ ഒരു കൈ അറസ്റ്റഡാണ്, പിന്നെ മറ്റേ കൈ പിടിക്കുമ്പോൾ ആ കൈ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ഇതൊരു പെർഫോമിംഗ് ആർട്ടാണ്. കൈകളെ അതിനെ വഴിക്ക് വിടുക, മനസ്സിൽ നിന്ന് വരുന്ന എന്തെങ്കിലും പറയുക, സ്വതന്ത്രമാവുക, കൈ ഫ്രീ ആയിരിക്കുക. അല്ലേ, ചിലര് നെഞ്ചിൽ കെട്ടി കൈ വെച്ച് കെട്ടി സംസാരിക്കുന്നുണ്ട്. ഒരിക്കലും പ്രഭാഷണ വേദി അങ്ങനെ നിൽക്കരുതെന്നാണ്. കാരണം നെഞ്ചിൽ നിന്ന് നെഞ്ചിലേക്കാണ്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് കവിതയും പ്രഭാഷണവുമെല്ലാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിനെ മറച്ചു പിടിച്ചാൽ നമുക്ക് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്നാണ്. അപ്പോൾ ഇയാൾ റിസർവ്ഡാണ്, ഇയാൾ അങ്ങനെ പെട്ടെന്ന് വഴങ്ങുന്ന ആളല്ല, എന്തൊക്കെയോ ഒളിച്ചു പിടിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരും. പണ്ട് മാത്രമല്ല, ഇതൊരു പകർച്ചവ്യാധിയുണ്ട്. ഞാൻ ഒരിക്കലും കല്യാണ വീട്ടിൻ്റെ തലേന്ന് പോയിട്ട് എനിക്ക് പരിചയമുള്ള ആരുമല്ല, വൈഫിൻ്റെ എന്നെ കൂടെ വിളിച്ചു, നമ്മൾ കമ്മിറ്റഡാണല്ലോ. പോയി അവിടെ ചെന്നപ്പോൾ ആരെയും അറിഞ്ഞുണ്ട്. അങ്ങനെ ഞാൻ വെറുതെ നിൽക്കുന്ന ഇങ്ങനെ കൈ കെട്ടി അങ്ങനെ നിന്നു. ഒരു ഡെലിക്കസി ഉണ്ടാകും, എനിക്ക് വിഷയമുണ്ടാകും. മൊബൈൽ വന്നിട്ടില്ല. മൊബൈൽ ഉണ്ടെങ്കിൽ എവിടെയും നിൽക്കാം, മൊബൈൽ എടുത്ത് എവിടെ നിൽക്കുന്നതൊക്കെ ചോദിക്കാം ചുമ്മാ. ഇതിപ്പോൾ ഒന്നും വന്നിട്ടില്ല. സിഗരറ്റ് വലിക്കുന്നവർക്കാണെങ്കിൽ പുറത്തിറങ്ങി സിഗരറ്റൊക്കെ വലിച്ചാൽ വലിയൊരു സഹായമാണ്. പുറകെയൊക്കെ വിട്ട് അപ്പോൾ സിഗരറ്റ് വലിക്കുന്നുള്ള മര്യാദ വെളിയിരിക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈകെട്ടി നിന്നു. 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു 10-14 കൈകെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ആരെങ്കിലും വന്നാൽ അവർ ഇവരൊക്കെ പോക്കത്തിനും കാണിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്, കൈകെട്ടി കെട്ടി. ഇനിയിപ്പോൾ ചാർലിപ്പേ ഡ്രസ്സേരിൽ ഇരുത്തുമായിരിക്കും. എന്നൊക്കെ തോന്നും. കൈകെട്ടി നിൽക്കരുത്, കൈ എപ്പോഴും ഫ്രീ ആയിരിക്കും പ്രഭാഷണ വേദി. ആ തരത്തിൽ ഈ പെർഫോമിംഗ് ആർട്ട് നിങ്ങൾക്ക് വളരെ ദൂരം കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അല്ലാത്ത പക്ഷം അത് നാടകം പോലെ, ഏകാംഗ നാടകം പോലെ അതൊരു ആർട്ടാണ്. അല്ലാത്ത പക്ഷം ആളുകൾക്ക് അത് വിരസമാകും. പണ്ടൊരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു, എവിടെ പോയാലും അത് പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, ഒരു സൈഡിൽ നമ്മൾ ഉറങ്ങാൻ തുടങ്ങും. ഉറക്കവും ഒരു പകർച്ചവ്യാധിയാണ്. പക്ഷെ ഇയാൾ സാഡിസ്റ്റാണ് ഈ പ്രഭാഷകൻ. ഇയാൾ ഒരാൾ ഉറങ്ങി തുടങ്ങിയ ഉടനെ വിളിക്കും, ഹലോ, അയാളല്ല വിളിക്കുന്നത്, അയാൾ അടുത്തിരിക്കുന്ന ആളാണ്, അയാൾ വിളിച്ചിട്ട് കാര്യമില്ല. ഹലോ, ആ നീല ഷർട്ട് വിളിച്ചോണ്ട്, അയാളുടെ ജോലിയാണ് വിളിച്ചത്. അങ്ങനെ എവിടെ പോയാലും ആളുകളുണ്ടാകുമ്പോൾ ഇയാൾ വിളിച്ചുണർത്തും, ഉറങ്ങും, വിളിച്ച് ഇതന്നെ കൂടുതൽ നടക്കുന്നു. ഒരിടത്ത് ഇതുപോലെ ആരോ ഉറങ്ങി തുടങ്ങി. പിന്നെ അപ്പുറത്തേക്ക് ആൾ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ, ആ കണ്ണാടിയെ വിളിച്ച് ആർക്കും ഇഷ്ടപ്പെടും. കണ്ണാടി പടങ്ങി കഴിഞ്ഞിട്ട് എന്താ അയാളെ വിളിച്ചുണർത്തി, ഇങ്ങനെ വിളിച്ചുണർത്തിയാണ്, ഇങ്ങനെ ഉറക്കിയത്. ആ തരത്തിലുള്ള അനുഭവങ്ങളില്ലാതെ നല്ല പ്രഭാഷകന്മാരെ, നല്ല ലീഡേഴ്സായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് പ്രിയങ്കരനായ എൻ്റെ അഭിനന്ദന സുഹൃത്ത് നമ്മുടെ ഗവർണർ ശ്രീ വഹാബ്ജി, അദ്ദേഹം ഇങ്ങനെ ഒരു സെഷൻ വെച്ചത്. ഇതിൻ്റെ വിപുലീകൃതമായ സെഷനുകൾ തുടർന്നുണ്ടാകണം. ഇതൊരു 3 മണിക്കൂർ നേരത്തെ ഒരു വർഷമാവേണ്ടതാണ്. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. ഞാനിപ്പോൾ അതിൻ്റെ വക്കും മൂലയും ഒക്കെ തിരുവനന്തപുരം ഭാഷയാണ്. വക്കും മൂലയും മാത്രമേ പറഞ്ഞുള്ളൂ. എങ്കിലും ഈ ഉച്ച നേരത്ത് എന്നെ ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്ന എല്ലാവരോടുമുള്ള അകൈതവമായ നന്ദിയുള്ള
അദ്ദേഹത്തിന്റെ പേര് ശ്രീ കണിയാപുരം രാമചന്ദ്രൻ. പ്രസംഗകന്റെ കഴിവാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ത്രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യും. ഒരു സെക്കൻഡ് പോലും നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടില്ല എന്നതാണ്. ഇതിൽ നിന്ന് എത്രയോ നമുക്ക് ഹൃദയസ്ഥമാക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹത്തെ കിട്ടാനൊരു പക്ഷേ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ലയനിസത്തിൽ നാം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ലളിതമായ രീതിയിൽ നമുക്കൊപ്പം സംഗമിക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയാൽ നേരത്തെ അപ്പോയിൻമെൻറ്റ് വാങ്ങണം, അവിടെ പോയി 4 മണിക്കൂർ ഇരിക്കണം, എന്നിട്ടേ കാണാനൊക്കെ കഴിയും. ലയനിസത്തിലാവുമ്പോൾ ഈ സംഗമത്തിൽ നമുക്ക് ലളിതമായി കാണാം, സംവദിക്കാം, സംസാരിക്കാം, സല്ലപിക്കാം. ഇതൊക്കെയാണ് ലയനിസം പഠിപ്പിക്കുന്നത്. എന്നാൽ തന്നെ സ്നേഹിക്കുക. സാറ് പറഞ്ഞാൽ സ്നേഹിച്ച് കൊന്നാലും. ഏതായാലും കയ്യടി നിങ്ങൾ മനോഹരമായി തന്നെ നൽകി. അതും ഭാഷണത്തിൻ്റെ മികവാണ്. അദ്ദേഹം അത് 100% അർഹിക്കുന്നുമുണ്ട്. ഇനിയും അങ്ങനെ ഞങ്ങൾ ഇതുപോലുള്ള ക്ലാസ്സുകളിൽ മെച്ചപ്പെട്ട ക്ലാസ്സുകളിലും വന്ന് എങ്ങനെ ആയിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്, നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, നാം എങ്ങനെ വീക്ഷിക്കണം ഓരോരുത്തരെയും എന്നുള്ളത് ഇവിടെ നിൽക്കുന്നവർ ഏതാണ്ട് എല്ലാവരും ഇതിനോടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അങ്ങയുടെ കൂടുതൽ വിലപ്പെട്ട സമയം ഇനി ഞങ്ങൾ കവർന്നെടുക്കും. കാരണം എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാ അപ്പൊ നിങ്ങളുടെ ആശീർവാദം